നമസ്തേ. വഖഫ് ബിൽ ലോകസഭയിൽ പാസാക്കിയതോടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ജയിച്ചിട്ടില്ല. അഥവാ നിങ്ങളുടെ ജയം പൂർണ്ണമല്ല. കാരണം തോറ്റവരുടെ പക്ഷത്ത് 232 പേർ വോട്ട് ചെയ്തു എന്നറിയുക. അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 7 പതിറ്റാണ്ടുകളായി ഒരു പ്രത്യേക മതത്തിലെ മേലന്മാർക്ക് മാത്രമായി ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഇതര മതസ്ഥരെയും നോക്കി കൊഞ്ഞനം കുത്തി പൊട്ടിച്ചിരിക്കാൻ മാത്രമായി ഭരണഘടനയെ പോലും നോക്കുകുത്തിയാക്കി കോൺഗ്രസ് ഭരണകൂടം നിർമ്മിച്ച ഒരു നിയമത്തിലെ അതിഭീകരമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനെ എതിർക്കാൻ 232 പേർ ലോകസഭയിൽ ഉണ്ടായി എന്നിടത്താണ് ഭയപ്പെടേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പരമോന്നത നിയമനിർമ്മാണ സഭയിലേക്ക് അയച്ച ഈ 232 പേരുടെയും പിറകിൽ ഒരു അജണ്ട ഇല്ല എന്ന് കരുതുക അസാധ്യമാണ്. ഈ നിയമ ഭേദഗതികൾ പ്രാബല്യത്തിൽ എത്തുന്നതോടെ എല്ലാം ശാന്തമായി എന്ന് കരുതുന്നിടത്താണ് ജാഗ്രത വേണ്ടത്. 232 പേരുടെയും പിറകിൽ നമ്മൾ ഇനിയും കാണാത്ത ശക്തികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവസരം വരുമ്പോൾ ആ വിഷസർപ്പങ്ങൾ ഓരോന്നായി പുറത്തു വരും. ഭരണകൂടത്തിന് മുഖമില്ലെങ്കിലും ഓരോ തൂണിലും തുരുമ്പിലും സാത്താന്റെ സന്തതികൾ ഉണ്ടെന്നുള്ള ഞെട്ടൽ എമ്പുരാനിൽ കണ്ടതാണ്. മറക്കരുത്, ഉറങ്ങുന്നവനെ ഉറങ്ങാൻ കിടന്നവന്റെ മുകളിലാണ് തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഹവാലപ്പണവും മയക്കുമരുന്നും സ്വർണ്ണക്കള്ളക്കടത്ത് പണവും ബിനാമി ഇടപാടുകളും തുടർന്ന ഈ രാജ്യത്ത് അഖണ്ഡതയും പുരോഗതിയും അട്ടിമറിക്കാനാണ് നോക്കുന്നത്. മതേതരത്വം ഒരു കാപ്പട്യത്തിന്റെ മുഖംമൂടി മാത്രമാണ്. അഹിംസയുടെ അപ്പോസ്തലന്മാർ തുർക്കിയിലെ ഖലീഫയെ വാഴിക്കാൻ വേണ്ടിയായിരുന്നു മലബാറിലെ ക്രൂരമായ നരഹത്യങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും പച്ചക്കൊടി കാട്ടിയത്. ഉയർത്തിപ്പിടിച്ച ശത്രുവിന്റെ കൊടിയുമായി അവരെന്ന മതേതരത്വ മുദ്രാവാക്യവുമായി ജനാധിപത്യത്തിന്റെ എല്ലാ സുഖാനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് യത്നിക്കുന്നത് ലക്ഷ്യമിടുന്നതും ആ എമ്പുരാന്റെ സർവാധിപത്യത്തിന് വേണ്ടിയാണ്. അതിന് ഈ രാജ്യത്തിന്റെ ജനങ്ങൾ തോൽക്കണം, തോറ്റുകൊടുത്തു കൊണ്ടേയിരിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. പൂർത്തീകരിക്കാനായി അവർ സെറ്റ് ചെയ്തത് പരാജയങ്ങൾ മതഭീകരവാദികളെ തളർത്താറില്ലെന്ന് തിരിച്ചറിയുക. ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ട സെക്കൻഡിൽ 10,000 എന്ന കണക്കിൽ പുറത്തേക്ക് വരുന്ന റോബോട്ടുകളിൽ മാനവികതയോ ജനാധിപത്യ ബോധമോ സെക്യുലറിസമോ പ്രതീക്ഷിക്കരുതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അനുഭവ സാക്ഷ്യങ്ങളുമുണ്ട്. അത് പഠിക്കാത്തവരാണ് ഇന്ന് ചരിത്രം ആഹ്ലാദം പങ്കുവെക്കുന്നവര്. രാഷ്ട്രീയ സ്വയം സേവാ സംഘം, അതായത് RSS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണൽ മാത്രമാണ് ഈ രാജ്യത്തുള്ള ഏതൊരു രാഷ്ട്രസ്നേഹിയുടെയും രക്ഷാകവചമായി ഇന്നലെ വരെ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളെ ഉണ്ടാകൂ എന്നതും തിരിച്ചറിയുക. മുൻപത്ത് നിന്ന് ഇനിയും ഏറെ സഞ്ചരിക്കാനുണ്ട്. വഖഫിൽ നിന്ന് പഠിച്ചതിലേറെ നിങ്ങൾ പഠിക്കാനുണ്ട്. ഒറ്റ കാര്യം തിരിച്ചറിയാനുണ്ട്.